സെഷൻസ് കേസ് നമ്പർ 540/2025 പ്രതി നിധി ഗൗതം. കേർനിക്ക്. അഡ്വക്കേറ്റ് അർജുൻ മാധവ് ആണല്ലോ പ്രതിയുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. ആളെത്തിയിട്ടില്ലേ? അർജുൻ മാധവ് വരും സർ. 2 ദിവസത്തിനിടയിൽ ഇത് 2ാമത്തെ വക്കാലത്താണ്. വീണ്ടും വക്കീല് വരുമെന്ന് പറഞ്ഞ് താൻ കൊതിപ്പിക്കുകയാണോ? സർ, ദേ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഒരു വക്കീല് വക്കാലത്ത് ഏറ്റെടുത്ത സ്ഥിതിക്ക് മൊഴി കൊടുക്കാനല്ലാതെ കക്ഷിക്ക് വാ തുറക്കാനുള്ള അവസരം ഞാൻ തരില്ല. കേട്ടല്ലോ നിധി? ഇനി താൻ ഇടയ്ക്ക് കയറി അഭിപ്രായം പറഞ്ഞാൽ താൻ പുറത്തു നിൽക്കേണ്ടി വരും. മനസ്സിലായോ? ഇരിക്കവിടെ. എക്സ്ക്യൂസ് മീ യുവർ ഓണർ, മനഃപൂർവ്വം ഈ കേസ് വലിച്ചു നീട്ടാനുള്ള ശ്രമമാണ് അക്യൂസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്ന സ്ഥിതിക്കും അദ്ദേഹം കോടതിയിൽ ഹാജരാകാത്തതിനാലും കംപ്ലൈന്റിന് അനുകൂലമായി വിധി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. നിധിക്ക് വേണ്ടി ഒരു അർജുൻ മാധവും ഹാജരാകില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിധിയുടെ ജാമ്യാപേക്ഷ നിരസിക്കുക മാത്രമല്ല, നേരിട്ട് വിസ്താരത്തിലേക്ക് കടക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. എന്തു പറയുന്നു നിധി? അപ്പൊ ഇനി നടപടികളിലേക്ക് കടക്കാം. സെഷൻസ് കേസ് 540/2025 പ്രതി നിധി ഗൗതം. I am appearing for the accused, Your Honor. Defense Advocate Arjun Madhav. Thank you, Your Honor. ഡിഫൻസ് അഡ്വക്കേറ്റ് ഹാജരായ സ്ഥിതിക്ക് പ്രോസിക്യൂഷന് കേസ് തുടങ്ങാം. യുവർ ഓണർ, ഈ നിൽക്കുന്ന നിധി ശിവാനി എന്ന ഇരട്ടക്കുട്ടികളെ വയറ്റിൽ ചുമക്കുന്ന ഒരു പാവം പെൺകുട്ടിക്ക് കേവലം അസൂയയുടെയും സാമ്പത്തിക ലാഭത്തിന്റെയും പേരിൽ ഇളനീരിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്ത് ശിവാനിയെയും അതിന്റെ വയറ്റിൽ വളർന്ന ഇരട്ട കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് കേസ്. ഭാരത സ്ത്രീതൻ ഭാവശുദ്ധി എന്ന് വാഴ്ത്തിപ്പാടുന്ന ഈ നാട്ടിൽ ഒരു സ്ത്രീക്ക് നിരക്കാത്ത ക്രൂര പ്രവൃത്തി ചെയ്ത നിധിക്ക്
നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. യെസ്, ഡിഫൻസ് അഡ്വക്കേറ്റ്, യു പ്രൊസീഡ്. താങ്ക് യു മൈ ലോർഡ്. എന്റെ സഹപ്രവർത്തകൻ GP ഉപയോഗിച്ച ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി എന്ന പ്രയോഗം മഹത്തരമാണ് എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ആ പ്രയോഗം ഒരു സ്ത്രീക്ക് നൽകുന്നത് സമൂഹത്തിലെ ഉന്നത സ്ഥാനം മാത്രമല്ല യുവർ ഓണർ, ഓരോ സ്ത്രീയുടെയും അഭിമാനത്തിന്റെയും അവകാശങ്ങൾ അർഹിക്കുന്നു എന്നതിന്റെയും സംരക്ഷിക്കപ്പെടുന്നു എന്നതിന്റെയും അടയാളം കൂടിയാണ്. ഞാൻ പറഞ്ഞു ഓരോ സ്ത്രീയുടെയും എന്ന്. അങ്ങനെയാവുമ്പോൾ അതിൽ വാദിയായ ശിവാനിക്കും പ്രതിയായ നിധിക്കും ഒരേ സ്ഥാനമാണ്, ഒരേ അവകാശമാണ്. അങ്ങനെയല്ലേ സർ? അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്റെ എതിർഭാഗം വക്കീൽ ഇപ്പൊ നിശബ്ദനായത്. യുവർ ഓണർ, അഭിമാനം എന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെയാണ്. പ്രഗ്നന്റ് അല്ലാത്തൊരു സ്ത്രീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാലും, ഇരട്ട കുട്ടികളെ വയറ്റിൽ ചുമക്കുന്ന ഒരു സ്ത്രീ പ്രഗ്നന്റ് അല്ല എന്ന് ആരോപിച്ചാലും അത് അവരുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുമെന്നതിൽ തർക്കമില്ല. എന്റെ കക്ഷിയായ നിധി ശിവാനി പ്രഗ്നന്റ് അല്ല എന്നൊരു വാദം ഈ കോടതിയിൽ ഉന്നയിച്ചതായി കേസ് ഫയലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ വാദത്തെ പ്രതിഭാഗം വക്കീലായ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായും തള്ളിക്കളയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രഗ്നന്റ് ആയ സ്ത്രീ പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞാലും അത് അപമാനിക്കലാണ്. സോ ശിവാനി പ്രഗ്നന്റ് ആണെന്ന് ഈ കോടതി മുമ്പാകെ ഞാൻ ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു. ശിവാനിയുടെ കുഞ്ഞുങ്ങളെയും ശിവാനിയെയും മയക്കുമരുന്ന് കൊടുത്ത് കൊലപ്പെടുത്താൻ നിധി ശ്രമിച്ചു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന പോലെ തന്നെ ശിവാനി പ്രഗ്നന്റ് അല്ല എന്ന എന്റെ കക്ഷിയുടെ വാദവും തെറ്റാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്നൊരു സർ, ശിവാനി പ്രഗ്നന്റ് ആണ് എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. സാറിന് അതിൽ സംശയം വല്ലതും ഉണ്ടോ?